അഡ്ലേഡ് ഓവലിൽ തടിച്ചുകൂടിയ ഗാലറിക്ക് മുന്നിൽ വാമപ്പുമായി സ്റ്റാർക്ക് പന്തെറിയാനെടുത്തു. മത്സരത്തിലെ ആദ്യ പന്ത് നേരിടാൻ ആത്മവിശ്വാസത്തോടെ യശസ്വി ജയ്സ്വാൾ നിൽക്കുന്നു. ഈ പന്തിൽ എന്തു ചെയ്യണമെന്ന തീരുമാനം ജയ്സ്വാളിൻ്റെ തലച്ചോറിൽ നിന്നും മുള പൊട്ടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും തിളക്കം മാറാത്ത പിങ്ക് ബോൾ വന്ന് ജയ്സ്വാളിൻ്റെ പാഡിലിടിച്ചിരുന്നു. ഞെട്ടലിൽ ജയ്സ്വാൾ റിവ്യൂ കൊടുത്തെങ്കിലും ആ പന്ത് തുളച്ചു കയറിയത് സ്റ്റെമ്പിന് നേരെയാണെന്ന് കണ്ടവർക്കറിയാമായിരുന്നു. പൊതുവെ ശാന്തരായ അഡലേഡ് ക്രൗഡ് ആർത്തു വിളിച്ചാണ് ആ വിക്കറ്റിനെ വരവേറ്റത്. തല കുമ്പിട്ട് നിൽക്കുന്ന ജയ്സ്വാളിന് നേരെ സ്റ്റാർക്ക് ആക്രോശമുയർത്തുകയോ വാചകമടിക്കുകയോ ചെയ്തില്ല. കാരണം ജയ്സ്വാളിനുള്ള പെർഫെക്റ്റ് റിപ്ലൈ താൻ നൽകിയിരിക്കുന്നു എന്ന് സ്റ്റാർക്കിന് അറിയാമായിരുന്നു. വേണ്ടി വന്നാൽ 160 കിലോമീറ്റർ വേഗതയിലും പന്തെറിയാൻ ത്രാണിയുള്ള ഒരേ ഒരാളെ നിലവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലുള്ളൂ. സിഡ്നിയിലെ ബോൾകാം ഹിൽസിൽ നിന്നുള്ള ഉയരക്കാരൻ മിച്ചൽ സ്റ്റാർക്ക്. ആ സ്റ്റാർക്കിൻ്റെ മുഖത്ത് നോക്കിയാണ് ഓസ്ട്രേലിയയിൽ ആദ്യമായി കളിക്കാനെത്തിയ ജയ്സ്വാൾ നിങ്ങളുടെ പന്തിന് വേഗം പോരെന്ന് പറഞ്ഞത്. ഹർഷിത് റാണയോട് സ്റ്റാർക്ക് പറഞ്ഞതിനുള്ള മറുപടിയായിരുന്നു അതെങ്കിലും ഓസീസ് ക്രിക്കറ്റിൻ്റെ അഭിമാനത്തെ ആ ചോദ്യം വല്ലാതെ മുറിവേൽപ്പിച്ചു. സ്റ്റാർക്കിന് മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്ന ജയ്സ്വാൾ ഫ്ലിക്ക് ഷോട്ടിലൂടെ താരത്തെ ഗാലറിയിലേക്ക് പറത്തുകയും ചെയ്തു. തങ്ങളുടെ പ്രീമിയം പേസറെ കൗമാരം വിട്ടുമാറാത്ത പയ്യൻ അപമാനിക്കുന്നത് മിച്ചൽ ജോൺസൺ അടക്കമുള്ള മുൻ താരങ്ങളെ വരെ ഞെട്ടിച്ചിരുന്നു. പക്ഷേ രണ്ടാം ടെസ്റ്റിൽ തനിക്ക് നേരെ ഉയർന്ന ചോദ്യങ്ങൾക്കെല്ലാം സ്റ്റാർക്ക് അതിമനോഹരമായി മറുപടി പറഞ്ഞിരിക്കുന്നു. ജയ്സ്വാളിനെ പ്ലാറ്റിനം ഡെക്കാക്കിയ സ്റ്റാർക്ക് രാഹുൽ, കോഹ്ലി, നിതീഷ് റെഡ്ഡി അടക്കമുള്ളവരുടെ വിലപ്പെട്ട വിക്കറ്റുമെടുത്തു. തനിക്ക് നേരെ ബൗൺസർ എറിഞ്ഞ ഹർഷിത് റാണയുടെ സ്റ്റെമ്പ് കൂടി തെറിപ്പിച്ചതോടെ സ്റ്റാർക്കിന് എല്ലാം കൊണ്ടും അഡ്ലേഡ് നൽകിയത് ഒരു പെർഫെക്റ്റ് ഡേ ആണ്. മിച്ചൽ സ്റ്റാർക്ക് ഡസ് ഇറ്റ് അഗെയിൻ. ഇറ്റ് ഈസ് നോട്ട് അൺഫെമിലിയർ ടെറിറ്ററി. സ്റ്റാർക്ക് ജയ്സ്വാളിനെ പുറത്താക്കിയതിന് പിന്നാലെ ആഡം ഗിൽക്രിസ്റ്റ് കമൻ്ററി ബോക്സിൽ അലറി വിളിച്ച വാക്കുകളാണിത്. ഗിൽക്രിസ്റ്റ് പറഞ്ഞത് കൃത്യമാണ്. ഒരു ടെസ്റ്റിലെ ആദ്യ പന്തിൽ തന്നെ ബാറ്ററെ പുറത്താക്കുക എന്നത് സ്റ്റാർക്ക് ഇത് 3ാം തവണയാണ് ആവർത്തിക്കുന്നത്. 2016 ദിമുത് കരുണരത്നയും 2021 ആഷസിൽ റോറി ബെൻസുമാണ് സ്റ്റാർക്കിൻ്റെ ക്രൂരവിനോദത്തിനിരയായത്. ആദ്യ പന്ത് തന്നെ സ്റ്റെമ്പിനെ ലക്ഷ്യമാക്കി എറിയുക എന്ന സ്റ്റാർക്കിൻ്റെ തന്ത്രത്തിൽ ഇക്കുറി ജയ്സ്വാളും വീണു. പിങ്ക് ബോളും അഡ്ലേഡും സ്റ്റാർക്കിൻ്റെ ഇഷ്ടവിഭവങ്ങളാണ്. ഇന്നലത്തെ പ്രകടനത്തോടെ അഡ്ലേഡ് ഓവലിലെ സ്റ്റാർക്കിൻ്റെ വിക്കറ്റ് നേട്ടം 50 കടക്കുകയും ചെയ്തു. കൈവിട്ടുപോയി എന്ന മത്സരത്തെ പോലും തിരിച്ചുപിടിക്കാൻ പോന്ന അസ്ത്രങ്ങൾ സ്റ്റാർക്കിൻ്റെ കൈവശം ആവോളമുണ്ട്. 2015 ക്രിക്കറ്റ് ലോകകപ്പിലെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മത്സരം അധികമാരും മറക്കാനിടയില്ല. ഓക്ലൻഡിൽ വെച്ച് ആദ്യം ബാറ്റ് ചെയ്ത ഓസീസിനെ ന്യൂസിലാൻഡ് വെറും 151 റൺസിന് പുറത്താക്കുന്നു. 5 വിക്കറ്റ് എടുത്ത ട്രെന്റ് ബോൾട്ടാണ് കങ്കാരുക്കളുടെ ചിറകരിഞ്ഞത്. പൊതുവെ കൂറ്റൻ സ്കോറുകൾ പിറന്നിരുന്ന ആ ലോകകപ്പിൽ ഈ 151 റൺസ് ന്യൂസിലാൻഡ് അതിവേഗം നേടിയെടുക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. മറുപടി ബാറ്റിങ്ങിൽ 24 പന്തിൽ 50 റൺസുമായി ബ്രണ്ടൻ മക്കല്ലം ആഞ്ഞടിക്കുകയും ചെയ്തതോടെ ഇതിപ്പോൾ തീരുമെന്ന് എല്ലാവരും കരുതി. മത്സരം പെട്ടെന്ന് തീരുമെന്ന് കരുതി ഗാലറി വിടാനുള്ള ഒരുക്കത്തിലായിരുന്നു കിവി ആരാധകർ. പക്ഷേ അവിടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാസ് എൻട്രികളിലൊന്ന് സംഭവിക്കുകയാണ്. 78-2 എന്ന നിലയിൽ അനായാസ വിജയത്തിലേക്ക് കുതിച്ചുപായുന്ന കിവികളെ സ്റ്റാർക്ക് വന്ന് കൂട്ടക്കൊല ചെയ്തു. സ്റ്റാർക്കിൻ്റെ തീ പാറുന്ന പന്തുകൾക്ക് മുന്നിൽ 4 കിവി ബാറ്റർമാരാണ് ബൗൾഡായി മടങ്ങിയത്. 28 റൺസിന് 6 വിക്കറ്റ് എടുത്ത സ്റ്റാർ അക്ഷരാർത്ഥത്തിൽ കിവികളെ നരകം കാണിച്ചു. 152 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിൽ തൂങ്ങി നിന്ന ന്യൂസിലാൻഡ് എന്ന് കെയ്ൻ വില്യംസന്റെ ക്ലാസ്സിൽ രക്ഷപ്പെട്ടു പോരുകയായിരുന്നു. ഇഞ്ചോടിഞ്ചിൽ ഓസീസ് മത്സരം തോറ്റെങ്കിലും കിവികളുടെ നെഞ്ചിൽ ഇടിവെട്ടിച്ചാണ് സ്റ്റാർക്ക് അന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയത്. പക്ഷേ മിച്ചൽ സ്റ്റാർക്ക് എന്ന് കേട്ടാൽ ബാറ്റർമാർക്ക് മുട്ടിടിച്ചിരുന്ന കാലമൊക്കെ കടന്നുപോയിരിക്കുന്നു. 2024 പൊതുവെ സ്റ്റാർക്കിന് നല്ല കാലമായിരുന്നില്ല. പ്രത്യേകിച്ചും വെള്ളപ്പന്തിൽ സ്റ്റാർക്കിന് താളം നഷ്ടമായി. റെക്കോർഡ് തുക IPL-ലേക്ക് വന്ന ബൗളറെ പല മത്സരങ്ങളിലും എതിരാളികൾ തൂക്കിയടിച്ചു. നോക്കൌട്ട് മത്സരങ്ങളിൽ തൻ്റെ ക്ലാസ് തെളിയിച്ചെങ്കിലും കൊൽക്കത്ത മാനേജ്മെൻറ്റ് സ്റ്റാർക്കിൽ തൃപ്തരല്ലായിരുന്നു. തൊട്ടു പിന്നാലെ നടന്ന 2020 ലോകകപ്പിലും സ്റ്റാർക്കിൻ്റെ ബലഹീനതകൾ വെളിവായി. സെന്റ് ലൂസിയയിൽ രോഹിത് ശർമ്മ സ്റ്റാർക്കിൻ്റെ ഒരു ഓവറിൽ അടിച്ചെടുത്തത് 28 റൺസാണ്. തൊട്ടു പിന്നാലെ അഫ്ഗാനെതിരായ മത്സരത്തിൽ ബെഞ്ചിലിരിക്കുന്ന സ്റ്റാർക്കിനെയും ക്രിക്കറ്റ് ലോകം കണ്ടു. അഡ്ലേഡ് സ്റ്റാർക്കിൻ്റെ റീബർത്താണെന്ന് പറയാം. കളിക്കളത്തിലെ പോരുകൾ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സ്റ്റാർക്ക് ആഗ്രഹിക്കുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ അടുത്തിടെയുള്ള പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. നിതീഷ് റെഡ്ഡിയുടെ ബാറ്റിങ്ങിനെ പ്രകീർത്തിച്ച സ്റ്റാർക്ക് IPL ഇന്ത്യൻ താരങ്ങൾക്ക് നൽകിയ ധൈര്യത്തെക്കുറിച്ചും വാചാലമായി. ജയ്സ്വാൾ പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞ സ്റ്റാർക്ക് ജയ്സ്വാൾ ഭാവിയുള്ള താരമാണെന്നും നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്തായാലും കളിക്കളത്തിൽ കൊണ്ടും കൊടുത്തും ഈ സീരീസിൻ്റെ ഫോക്കസ് പോയിന്റായി സ്റ്റാർക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.